പാലസ്തീനിൽ വളരെ നിഷ്ഠൂരമായ ആക്രമണങ്ങൾ തുടരുകയാണ്. അവിടുത്തെ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയിട്ട് ആ ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ള ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത പദ്ധതി അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. ലോകത്തുനിന്ന് നിലവിലുള്ള എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് നെതന്യാഹു ട്രംപിൻ്റെ പിന്തുണയോടുകൂടി ഈ ഭീകര അതിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകം നിഷ്ക്രിയമായി, നിസ്സംഗമായി, അപമാനകരമായി ഇത് നോക്കി നിൽക്കേണ്ട ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇടതുപക്ഷ പാർട്ടികൾ കൂടിയാലോചിച്ച് ഇന്നേ ദിവസം വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ ഇന്ത്യയിൽ സാധ്യമായിടത്തെല്ലാം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ഈ ഒരു ദിനാചരണം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ തുടർന്നും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനും ജനങ്ങളെ അനന്തെത്താനും ശ്രമിക്കും. ഇന്ത്യ ഗവൺമെൻറ്റും നരേന്ദ്രമോദിയും ഈ ഘാതക സംഘത്തോടൊപ്പം നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഘാതക സംഘത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മഹാത്മാഗാന്ധി മുതൽ പിന്തുടർന്നു പോകുന്ന പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സമീപനം ഒരു കൂസലും കൂടാതെ മോഡി ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതിനെതിരെയും ശക്തമായ വിമർശനം ഈ പരിപാടിയിൽ ഞങ്ങൾ ഉന്നയിച്ചു. പാലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശം ബാക്കിയുണ്ടായിക്കൂടാ എന്ന ഇസ്രയേലിൻ്റെ സമീപനം സമീപ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ നെതന്യാഹുവും ഇസ്രയേലിലെ സിയോണിസ്റ്റ് ഭരണവും അമേരിക്കൻ സാമ്രാജ്യത്വവും കൂടിയാലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വേണം ഇറാനെതിരെ യാതൊരു പ്രകോപനവും കൂടാതെ നടക്കുന്ന ഏകപക്ഷീയമായ ഈ ആക്രമണത്തിൽ നിന്നും മനസ്സിലാക്കാൻ. നേരത്തെ കള്ളന്യായങ്ങൾ പറഞ്ഞ് ഇറാഖിനെ നശിപ്പിച്ചു, ഇറാഖിലെ ഭരണാധികാരിയെ കൊന്നു, ഗഡാഫിക്കും ഇതേ ഗതിയുണ്ടായി, ലിബിയയിൽ, സിറിയയിൽ ഇതുതന്നെ ഉണ്ടായി. അപ്പോൾ ഞങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന, ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ലോകം ആണ് ഭാവിയിൽ ഉണ്ടാവേണ്ടത് എന്ന ഒരു പദ്ധതി അമേരിക്കയിലെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സും നെതന്യാഹുവും ചേർന്ന് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് വേണം ഇറാന് നേരെ നടന്ന ഈ ആക്രമണത്തിൽ നിന്നും മനസ്സിലാക്കാൻ. ഈ നാട്ടിലാണെങ്കിൽ ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഗവർണർ പലതരത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങളിലൊക്കെ ഇടപെടുന്നു, പ്രത്യേകിച്ച് സ്വയംഭരണ അവകാശമുള്ള യൂണിവേഴ്സിറ്റികളിൽ ഇടപെടുന്നു. അതിനെ പൊതുവിൽ എങ്ങനെയാണ് കാണുന്നത്? ഗവർണർമാരെ കേന്ദ്ര ഭരണകക്ഷിയുടെ ചട്ടുകമായി ഉപയോഗിച്ച് ഗവർണർ പദവിയെ അധപ്പതിപ്പിക്കുന്ന ഈ സമീപനം RSSും നരേന്ദ്രമോദിയും അമിത്ഷായും ഉപേക്ഷിക്കണം.